വിശദമായ വാർത്തയിലേക്ക്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർക്ക് തിരിച്ചടി. വിസിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി 4-അംഗ ഉപസമിതിയെ നിശ്ചയിച്ചു. സർവകലാശാല ഭരണം സുഗമമാക്കാനാണ് സമിതിയെ നിയോഗിച്ചതെന്ന് സിൻഡിക്കേറ്റ്. നന്ദകുമാർ ചേരുന്നു. നന്ദൻ, വാർത്തയുടെ വിശദാംശങ്ങൾ. ധന്യ, സാങ്കേതിക സർവകലാശാലയിൽ ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് വിസിയെ നിയന്ത്രിക്കാൻ 4-അംഗ സമിതിയെ നിയോഗിച്ചത്. CPM നേതാക്കളായ PK ബിജുവിന്റെ നേതൃത്വത്തിലുള്ള 4-അംഗ ഉപസമിതിയാണ് നിയമിച്ചത്. ഇത്തരത്തിൽ PK ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ നിയോഗിച്ച സമയത്ത് ദൈനംദിന കാര്യങ്ങളിൽ സഹായത്തിനാണ് എന്ന് സമിതി പറയുമ്പോഴും സർക്കാരും സിൻഡിക്കേറ്റും എതിർക്കുന്ന VC സിസ തോമസിനെ നിയന്ത്രിക്കുക തന്നെയായിരുന്നു ലക്ഷ്യം. പ്രത്യേകിച്ച് സിൻഡിക്കേറ്റ് യോഗത്തിൽ VCയും അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലുണ്ടായത് രൂക്ഷമായ തർക്കമാണ്. VC സിസ തോമസിനെ ഒറ്റപ്പെടുത്ത രീതിയിലേക്ക് ഇന്നത്തെ യോഗം പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഗവർണറും VCയും എതിർത്ത താൽക്കാലിക നിയമനത്തിലുള്ള വിജ്ഞാപനത്തെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ന്യായീകരിക്കുകയും ചെയ്തു. കാരണം മുൻ VCയുടെ അനുമതി വിജ്ഞാപനത്തിൽ ഉണ്ടെന്നായിരുന്നു സിൻഡിക്കേറ്റ് അംഗങ്ങൾ വിശദീകരിച്ചത്. പക്ഷേ നിർബന്ധമാണെങ്കിൽ KTUവിലെ മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും ഇന്ന് തന്നെ പിരിച്ചുവിടാമെന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ സർവകലാശാലയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനാൽ അത് വേണ്ടെന്ന് ഒടുവിൽ ഗത്യന്തരമില്ലാതെ VC പറയുന്ന ഒരു രീതിയും ഇന്നത്തെ യോഗം കാണുകയും ചെയ്തു. അതോടൊപ്പം തന്നെ താൽക്കാലിക നിയമനത്തെ കുറിച്ച് പഠിക്കാൻ സർക്കാർ ഏജൻസിയായ CMDയെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ അതിരൂക്ഷമായ തർക്കമാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളും അതോടൊപ്പം തന്നെ VCയും തമ്മിലുണ്ടായത്. എന്തായാലും ഇത്തരത്തിൽ ചട്ടവിരുദ്ധമായ പല നിയമനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ എല്ലാ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിടണമെന്ന് സിൻഡിക്കേറ്റ് നിലപാടെടുത്തതോടെ VC വെട്ടിലാകുന്ന ഒരു കാഴ്ചയും കണ്ടു. സർവകലാശാലയുടെ ഭരണം താളം തെറ്റുമെന്ന് മനസ്സിലായതോടെയാണ് VC അവരുടെ നിലപാട് മയപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും യോഗത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട VC ഗവർണർ മാത്രമാണ് ഇപ്പോൾ ഏക പിന്തുണ. എന്തായാലും വിഷയത്തിൽ ചാൻസലർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ധന്യ. നന്ദി നന്ദൻ. സംസ്ഥാനത്ത് പച്ചമുട്ട ഉപയോഗിച്ചുള്ള മയോണൈസ് ഒഴിവാക്കാൻ തീരുമാനം. പകരം വെജിറ്റബിൾ മയോണൈസ് ഉപയോഗിക്കാൻ തീരുമാനമായി. ആരോഗ്യമന്ത്രിയും ഹോട്ടൽ റെസ്റ്റോറന്റ് ബേക്കറി വ്യാപാരി അസോസിയേഷനുമായുള്ള ചർച്ചയിലാണ് തീരുമാനം. ഭക്ഷ്യവിഷബാധ ഒഴിവാക്കാനാണ് നടപടി. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എന്താണ് ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ എടുത്തിരിക്കുന്ന തീരുമാനം? മയോണൈസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ഭക്ഷ്യവിഷബാധ ഉണ്ടായത് അറേബ്യൻ ഭക്ഷണങ്ങളിലാണ്. പ്രത്യേകിച്ച് കുഴിമന്തി അടക്കമുള്ളവ കഴിച്ചാണ് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിനു മുൻപ് സമാനമായ രീതിയിൽ ഈ അറേബ്യൻ ഭക്ഷണങ്ങൾ കഴിച്ചവർക്ക് പലപ്പോഴായി ഭക്ഷ്യവിഷബാധ ഉണ്ടായിരുന്നു. ഇതിന് കാരണം പ്രധാനമായി കണ്ടെത്തിയിരുന്നത് മയോണൈസിൽ ഉപയോഗിക്കുന്ന പച്ചമുട്ട അത് പലപ്പോഴായി കൃത്യമായി സൂക്ഷിച്ചില്ല എങ്കിൽ കേടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കേടുവന്നു കഴിഞ്ഞാൽ കുറച്ച് വിഷത്തിന് സമാനമായ രീതിയിൽ രാസമാറ്റം സംഭവിക്കുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇന്ന് ആരോഗ്യമന്ത്രി ഹോട്ടൽ റെസ്റ്റോറന്റ് ബേക്കറി വ്യാപാരി അസോസിയേഷനുമായി ചർച്ച നടത്തിയത്. അതിൽ പ്രധാനമായി ഉയർന്നു വന്നത് മയോണൈസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാന ഘടകമായ പച്ചമുട്ട അത് ഒഴിവാക്കി പകരം വെജിറ്റബിൾ മയോണൈസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. എന്തായാലും അതിനുള്ള നിർദ്ദേശം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായി. ഇത് നടപ്പാക്കാമെന്ന് ഹോട്ടൽ റെസ്റ്റോറന്റ് ബേക്കറി വ്യാപാരികൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കേരളത്തിൽ അറേബ്യൻ ഭക്ഷണത്തിനൊപ്പം നൽകുന്ന മയോണൈസിൽ പച്ചമുട്ട ഉണ്ടാകില്ല. പച്ചമുട്ട ഉപയോഗിച്ചത് ആയിരിക്കില്ല ഉണ്ടാക്കുക. പകരം പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള മയോണൈസ് ആകും ഉപയോഗിക്കുക. ശബരിമലയിൽ അരവണ വിതരണം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അരവണയിൽ ചേർത്ത ഏലക്കയിൽ അനുവദനീയമായ അളവിൽ കൂടുതൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. സന്നിധാനത്തെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇക്കാര്യം ഉറപ്പുവരുത്തണം. പുതിയ അരവണ ഉണ്ടാക്കുമ്പോൾ കീടനാശിനി ഇല്ലാത്ത ഏലക്ക ഉപയോഗിക്കണമെന്നും ഇക്കാര്യം തിരുവനന്തപുരം സർക്കാർ ലാബിൽ പരിശോധന നടത്തി ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായ ഹൈക്കോടതി ബെഞ്ചിന്റേതാണ് വിധി. അരവണയുടെ വിതരണം നിർത്തിവെച്ചുവെന്ന് സന്നിധാനത്തെ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥൻ ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഹാനികരമായ ഈ ഏലക്ക ഒഴിവാക്കിയോ മറ്റു ഗുണമേന്മയുള്ള ഏലക്ക ഉപയോഗിച്ചോ വേറെ അരവണ തയ്യാറാക്കി വിൽക്കാൻ ഈ ഉത്തരവ് തടസ്സമല്ല. പുതിയ അരവണ ഉണ്ടാക്കുമ്പോൾ കീടനാശിനിയില്ലാത്ത ഏലക്കയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ശബരിമലയിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ വീണ്ടും അരവണ സാമ്പിൾ തിരുവനന്തപുരത്തെ അനലിറ്റിക്കൽ ലാബിലേക്ക് അയക്കണമെന്നും റിപ്പോർട്ട് കോടതി മുമ്പാകെ സമർപ്പിക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശം
നിർദ്ദേശമുണ്ട്. എന്ത് കുഴപ്പമുണ്ടായാലും ഏലക്ക വിതരണം ചെയ്യുന്ന കരാറുകാരനും അതിൽ ബാധ്യസ്ഥരായിരിക്കുമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ എല്ലാ ദിവസവും ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നു. ഇത് പ്രതിരോധിക്കണം. ഭക്തരുടെ താൽപര്യം സംരക്ഷിക്കാൻ ഹൈക്കോടതിക്ക് ഉത്തരവാദിത്വമുണ്ട്. കുഴിമന്തി വിഷബാധയും ഹൈക്കോടതി പരാമർശിച്ചു. ശബരിമല അരവണയിലെ ഏലക്ക ഭക്ഷ്യയോഗ്യമല്ലെന്ന് കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയാണ് റിപ്പോർട്ട് നൽകിയത്. അനുവദനീയമായ പരിധിയിൽ കൂടുതൽ കീടനാശിനി സാന്നിധ്യമുള്ള ഏലക്ക ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സുരക്ഷിതമല്ലെന്നും റിപ്പോർട്ടിലുണ്ട്. ഏലക്കയിൽ കണ്ടെത്തിയത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 14 കീടനാശിനികളുടെ സാന്നിധ്യമെന്നും FSSAIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ഏലക്കയിൽ കീടനാശിനി അംശം അളവിൽ കൂടുതൽ കണ്ടെത്തിയതിനെ തുടർന്ന് ശബരിമലയിൽ അരവണ വിതരണം നിർത്തിവെച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. 6 ലക്ഷം ടിൻ അരവണ വിൽക്കാനാകില്ല. ഏലക്ക ചേർക്കാതെ അരവണ നിർമ്മാണം ഇന്ന് തന്നെ തുടങ്ങുമെന്നും ഉടൻ വിതരണം ആരംഭിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ അറിയിച്ചു. ഇപ്പോ കോടതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ട് ഇന്നിപ്പോ അരവണയുടെ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. നിർമ്മിച്ച അരവണയൊക്കെ തന്നെ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. മെഷീനറി എല്ലാം കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഏലക്കയില്ലാത്ത അരവണ ഉൽപ്പാദിപ്പിച്ച് നാളെ മുതൽ ഭക്തജനങ്ങൾക്ക് പ്രസാദം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇനിയും ജൈവ ഏലക്ക ലഭ്യമാകും എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭ്യമാക്കാനുള്ള അവസരം എത്രയും പെട്ടെന്ന് ഒരുക്കും. മൂന്ന് ദിവസക്കാലമാണ് ഇനി നമുക്ക് 11, 12, 13, 14 3 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിൽ, 4 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത്. ആ ദിവസത്തിനുള്ളിൽ ഈ ജൈവ ഏലക്ക എവിടെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് പരിശോധിച്ച് മാത്രമേ എടുക്കാനും കഴിയുള്ളൂ. ജൈവമായാണ് എന്നുള്ളതുകൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കാനും ഇരിക്കാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ഏലക്ക ലഭ്യമാകുമെങ്കിൽ അടിയന്തരമായി ലാബറട്ടറിയിൽ പരിശോധിച്ച് ഗുണമേന്മ തെളിയിക്കുകയാണെങ്കിൽ ആ ഏലക്ക ഉപയോഗിക്കും. അല്ലെങ്കിൽ ഏലക്ക ഉപയോഗിക്കാത്ത അരവണ ഭക്തന്മാർക്ക് വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടി ദേവസ്വം ബോർഡ് സ്വീകരിക്കും. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. റേഷനറിയിൽ മായം കലർത്തുന്നതിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. റേഷനറിയിൽ സോഡിയം പെൻസനേറ്റ്, പോളിമർ, റെഡ് ഓക്സൈഡ് എന്നിവ ചേർത്ത് മട്ട അരിയാക്കി മാറ്റുന്നതിനെതിരെയാണ് ഹർജി. CMP നേതാവ് അബ്ദു പി അങ്ങാടിപ്പുറം നൽകിയ ഹർജിയാണ് ഫയലിൽ സ്വീകരിച്ചത്. ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പുറമെ സപ്ലൈകോ റേഷൻ ഡിപ്പോ ഉടമസ്ഥരെയും കക്ഷി ചേർത്തുകൊണ്ടാണ് ഹർജി. എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശിച്ചു. സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് മായം കണ്ടെത്തിയതെങ്കിലും രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നതിനാൽ പരിശോധനാ ഫലം ലാബ് നൽകിയില്ലെന്നും ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. സാധാരണക്കാർക്ക് നൽകുന്ന അരിയിൽ മായം ചേർക്കുന്നത് വലിയ സാമൂഹിക വിപത്തായി കണക്കാക്കണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുന്നു. സേഫ് ആൻഡ് സ്ട്രോങ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി പ്രവീൺ റാണ പിടിയിൽ. കോയമ്പത്തൂരിൽ നിന്നാണ് പിടിയിലായത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ 6-ാം തീയതി പ്രവീൺ റാണ സംസ്ഥാനം വിട്ടുവന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് പ്രവീൺ റാണ പിടിയിലായത്. കഴിഞ്ഞ ദിവസം പ്രവീൺ റാണയുടെ കൂട്ടാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. റാണയുടെ സ്ഥാപനത്തിലെ അഡ്മിൻ മേധാവിയായ വെളുത്തൂർ സ്വദേശി സതീഷാണ് അറസ്റ്റിലായത്. ഒപ്പം നിക്ഷേപ രേഖകളും പിടിച്ചെടുത്തിരുന്നു. പാലാഴിയിലെ വീട്ടിൽ നിന്നാണ് രേഖകൾ കണ്ടെടുത്തത്. ഇന്ന് മറ്റൊരു സഹായി റിയാസും പിടിയിലായിരുന്നു. ഇയാളിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ലഹരിക്കടത്ത് കേസിൽ CPM കൌൺസിലർ ഷാനവാസിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പരാതി. കേരളത്തിൽ ലഹരി വിതരണം ചെയ്യുന്ന മാഫിയ സംഘം ആലപ്പുഴ കേന്ദ്രീകരിച്ചെന്ന് പരാതിയിൽ പറയുന്നു. വാഹന കരാർ നിർമ്മിക്കാൻ പത്രം നൽകിയ വെണ്ടറെ കേസിൽ പ്രതി ചേർക്കണമെന്നും ജില്ലാ കമ്മിറ്റി ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള CPM ബന്ധം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ജില്ലാ യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ കമ്മിറ്റി ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ നിരവധി പരാതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചിട്ടുള്ളത്. വാഹന കരാർ നിർമ്മിക്കാൻ പത്രം നൽകിയ വെണ്ടറെ കേസിൽ പ്രതി ചേർക്കണമെന്നാണ് ഈ പരാതിയിൽ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, പ്രതികൾ ഒത്തുചേർന്ന ക്യാപിറ്റൽ സ്പോർട്സ് സിറ്റി എന്ന ടർഫ്, ഇത് ഈ ടർഫ് കേന്ദ്രീകരിച്ച് ലഹരിക്കടത്തുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും ഈ പരാതിയിൽ വ്യക്തമാക്കുന്നു. അത്തരത്തിൽ ഈ കേരളത്തിലെ ലഹരി വിതരണം ചെയ്യുന്ന മാഫിയ സംഘത്തിന്റെ കേന്ദ്രം ആലപ്പുഴയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചിട്ടുള്ളത്. ധന്യ. നന്ദി ശരണ്യ.
സിപിഎം കൌൺസിലർ ഷാനവാസിന്റെ വാഹനത്തിലെ ലഹരിക്കടത്തിൽ ആലപ്പുഴയിൽ പാർട്ടിയിലും ചേരിതിരിവ്. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയ കേസിൽ ഷാനവാസിനെ പുറത്താക്കണമെന്ന നിലപാട് ജില്ലാ സെക്രട്ടറി ആർ നാസർ സ്വീകരിച്ചിരുന്നു. എന്നാൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള നടപടി മാത്രം മതിയെന്ന് സജി ചെറിയാൻ അനുകൂല വിഭാഗം സെക്രട്ടേറിയറ്റിൽ നിലപാടെടുത്തു. ഇവർ അന്വേഷണ കമ്മീഷന്റെ ഭാഗത്താണെന്നതും പ്രാദേശിക പാർട്ടി പ്രവർത്തകരിൽ കടുത്ത അതൃപ്തിയാണ് ഉണ്ടാക്കുന്നത്. കേസിൽ ഷാനവാസിനെതിരെ തെളിവില്ലെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ലഹരി മാഫിയയുമായുള്ള ഷാനവാസിന്റെ ബന്ധം തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. എന്നാൽ നേതൃത്വം സസ്പെൻഷനിൽ നടപടി ഒതുക്കിയതിൽ ജില്ലയിലെ സാധാരണ പ്രവർത്തകർക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ലഹരിക്കടത്തിൽ ഷാനവാസിന് പങ്കുള്ളതായി തെളിവില്ലെന്നും പക്ഷേ വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ലെന്നുമാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ പുലർത്തേണ്ട ജാഗ്രത പുലർത്തിയില്ല ഈ കാര്യത്തിൽ എന്നതുകൊണ്ടാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്ത് തീരുമാനിച്ചത്. അത്ര ഒരു നടപടി ഈ കേരളത്തിൽ ഒറ്റ പാർട്ടിക്ക് എടുക്കാൻ കഴിയും, അത് സിപിഎമ്മിന് മാത്രമാണ്. ആരോപണ വിധേയനായ ഷാനവാസ് ആലപ്പുഴയിൽ സജി ചെറിയാൻ വിഭാഗത്തിന്റെ നഗരത്തിലെ പ്രധാന പ്രവർത്തകനാണ്. ജനമധ്യത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയ ഷാനവാസിനെ പുറത്താക്കണമെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ സെക്രട്ടേറിയറ്റിലെ നിലപാട്. നിരന്തരം പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നയാളെ ഇനിയും വെച്ചു പൊറിപ്പിക്കരുതെന്നും യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടു. സജി ചെറിയാൻ നേരിട്ട് ഷാനവാസിനെ സംരക്ഷിക്കാൻ അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും സജിയെ അനുകൂലിക്കുന്ന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങൾ ഒന്നടങ്കം ജില്ലാ സെക്രട്ടറിയെ എതിർത്തു. നിലവിൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കുന്നതിനുള്ള നടപടി മാത്രം മതിയെന്നായിരുന്നു സജി ചെറിയാന്റെ PS മനു സി പുളിക്കൽ, H സലാം MLA, G രാജമ്മ, KH ബാബുജാൻ, G വേണുഗോപാൽ, A മഹേന്ദ്രൻ എന്നിവരുടെ നിലപാട്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടും അംഗീകരിക്കപ്പെട്ടില്ല. ഇതോടെ നടപടി സസ്പെൻഷനിൽ ചുരുങ്ങി. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നടപടി മതിയെന്ന നിലപാടിൽ സെക്രട്ടേറിയറ്റ് അവസാനിപ്പിക്കുകയായിരുന്നു. പാർട്ടി നിയോഗിച്ച കമ്മീഷനിലുള്ള അംഗങ്ങളിൽ ഭൂരിഭാഗവും സെക്രട്ടേറിയറ്റിൽ ഷാനവാസിനെ പിന്തുണച്ചവരാണ്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ ഗുണം ചെയ്യില്ലെന്ന നിലപാടാണ് കീഴ്ഘടകങ്ങൾക്കുള്ളത്. വാഹനം വാങ്ങിയ വിവരം പാർട്ടിയെ ധരിപ്പിക്കാത്തതൊഴികെ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഷാനവാസ് പറഞ്ഞു. ഞാൻ ഒരു സ്വത്ത് വാങ്ങുമ്പോൾ അത് പാർട്ടിയെ അറിയിക്കേണ്ടതായിരുന്നു. അത് അറിയിച്ചില്ല എന്നുള്ളതാണ് ഒന്നാമതായി പാർട്ടി പറഞ്ഞ കുറ്റം. ജില്ലാ സെക്രട്ടറിയേറ്റ് തീരുമാനം കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ വിയോജിപ്പുണ്ടാകാനാണ് സാധ്യത. ന്യൂസ് 18 ആലപ്പുഴ. പ്രാദേശിക തർക്കങ്ങൾ രൂക്ഷമായ കുട്ടനാട്ടിൽ സിപിഎമ്മിൽ കൂട്ടരാജി. ലോക്കൽ കമ്മിറ്റികളും കുട്ടനാട് ഏരിയ കമ്മിറ്റിയും തമ്മിലുള്ള ഭിന്നതയെ തുടർന്ന് പുളിങ്കുന്ന് ലോക്കൽ കമ്മിറ്റിയിലെ 13 അംഗങ്ങൾ ഒന്നിച്ച് രാജി നേതൃത്വത്തിന് കൈമാറി. തലവടി, മുട്ടാർ തുടങ്ങിയ ഇടങ്ങളിലും പ്രവർത്തകർ നേരത്തെ രാജിവെച്ചിരുന്നു. തർക്കത്തെ തുടർന്ന് രാമങ്കരി പഞ്ചായത്ത് ഭരണസമിതിയും രാമങ്കരി ലോക്കൽ കമ്മിറ്റിയും രണ്ട് തട്ടിലാണിപ്പോൾ. പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിൽ നാളെ സജി ചെറിയാന്റെ നേതൃത്വത്തിൽ കുട്ടനാട്ടിൽ യോഗം ചേരും. വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രിയാകാൻ തയ്യാറെന്ന ശശി തരൂരിന്റെ പ്രതികരണത്തിനെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന കോൺഗ്രസ് എംപിമാരുടെ പ്രതികരണത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണെന്ന് ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ മുന്നറിയിപ്പ് നൽകി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും പ്രതീക്ഷയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ആ കേരളത്തിൽ നിന്നുള്ള എംപിമാരാണ് ലോക്സഭയിലേക്ക് തങ്ങൾ മത്സരിക്കാനില്ലെന്ന അസാധാരണ പ്രസ്താവനയുമായി നേതൃത്വത്തെ വിഷമസന്ധിയിലാക്കിയത്. കടുത്ത അതൃപ്തിയാണ് സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉള്ളത്. ശശി തരൂരാകട്ടെ ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇത് കോൺഗ്രസിന്റെ രീതിയല്ലെന്നായിരുന്നു കേരളത്തിന് ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. For the election of the candidate, selection of the candidate. So they should go accordingly. TN പ്രതാപനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇതും നേതൃത്വം തള്ളുന്നു. Any person, any leader can, he has a choice and he go to the high command. But ultimately decision is with the high command. Who will contest or who will not contest. This decision only can take by High Command. മുഖ്യമന്ത്രിയാകണമെന്ന് ആർക്കും ആഗ്രഹിക്കാമെന്നായിരുന്നു ഹൈബീഡന്റെ പ്രതികരണം. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിനെ പാർട്ടി അതിനുവേണ്ടി നിയോഗിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവാമല്ലോ. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, എനിക്ക് ആഗ്രഹിക്കാൻ പാടില്ല. എനിക്ക് വല്ല കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും ആഗ്രഹിക്കാം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉടനൊന്നും
കെ സുധാകരനെ മാറ്റുന്ന സൂചനയും താരിഖ് അൻവർ നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. 2026 മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ ആലോചിക്കേണ്ട വിഷയമല്ലെന്ന് ശശി തരൂർ. എല്ലാം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. കെട്ടിടം കെട്ടിപ്പൊക്കിയതിനു ശേഷം മുകൾ നിലയിലെ ഫർണിച്ചറിനെ പറ്റി ചിന്തിച്ചാൽ മതിയാകും. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടാണ് പ്രതികരിക്കുന്നതെന്ന് താരിഖ് അൻവറിന് മറുപടിയായി തരൂർ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾക്ക് അസ്വസ്ഥത ഉണ്ടോ എന്ന് അവരോടാണ് ചോദിക്കേണ്ടത്. പരിപാടികളിൽ പങ്കെടുക്കുന്നത് സംഘാടകർ ക്ഷണിച്ചതുകൊണ്ടാണ്. താരിഖ് അൻവറിനോടും ഹൈക്കമാൻഡിനോടും തർക്കമില്ലെന്നും ശശി തരൂർ. എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ട്, ആ മുഖ്യമന്ത്രിക്ക് നല്ലൊരു ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ 2026 വരെ ഈ വിഷയത്തെക്കുറിച്ച് ചിന്ത ചെയ്യാനേ ആവശ്യമില്ല. നമുക്ക് ശരിക്കും ചർച്ച ചെയ്യാൻ ആവശ്യമില്ല. സമയം വരട്ടെ. എന്തായാലും ഇത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി ആവാൻ ഒരു പാർട്ടിക്ക് ഒരു ഭൂരിപക്ഷം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനൊരു ഭൂരിപക്ഷം ഉണ്ടാവണം. അതൊക്കെ വരട്ടെ. നമുക്കിങ്ങനെ ഒരു കെട്ടിടം കെട്ടുന്ന മുമ്പ് തന്നെ ടോപ്പ് ഫ്ലോറിലത്തെ ഫേർണിച്ചറിനെ മാറ്റാൻ തുടങ്ങണം. വരട്ടെ. എല്ലാവർക്കും അവർ സ്വന്തം അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ടല്ലോ. അതൊരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഇത് അഭിപ്രായമേ ഇല്ല. ഇതില് എനിക്ക് ഹൈക്കമാൻഡിനൊപ്പോ താരിഖ് അൻവറിനൊപ്പോ ഒരു തർക്കമില്ല. അദ്ദേഹം നല്ലപോലെ അറിയാം, നല്ല ബന്ധമുണ്ട്. ഒരു തീരുമാനവും എടുത്തിട്ട് അതാണ് എല്ലാവരോടും പറയാനുള്ളത്. നോക്കൂ, പാർലമെന്റിലേക്ക് ഇനി 1.25 വർഷമുണ്ട്. അത് ആ സമയത്ത് ഒരു തീരുമാനം എടുക്കണം. പാർട്ടിക്ക് എടുക്കണം, എനിക്ക് എടുക്കണം, മത്സരിക്കോ എന്താ ചെയ്യേണ്ടതെന്ന്. അത് കഴിഞ്ഞിട്ട് ഇനിയും 2 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ശശി തരൂരിന്റെ മലബാർ പര്യടനത്തിന് 2ാം ഘട്ടത്തിന് മറ്റന്നാൾ തുടക്കം. കോഴിക്കോട് കുറ്റിച്ചിറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മറ്റന്നാൾ നടത്തുന്ന സെമിനാറിൽ തരൂർ പങ്കെടുക്കും. നാളെ വൈകിട്ട് കോഴിക്കോട് എത്തുന്ന തരൂർ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, KNM പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി തുടങ്ങിയവരെ സന്ദർശിക്കും. DCC അനുമതിയോടെയാണ് കുറ്റിച്ചിറയിലെ സെമിനാർ. തരൂരിന്റെ പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന നേതൃത്വത്തിന്റെ വിലക്കും സെമിനാറിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ പിന്മാറ്റവും സന്ദർശനം അറിയിച്ചില്ലെന്ന DCCയുടെ പരാതിയുമാണ് ആദ്യഘട്ട പര്യടനം വിവാദമാക്കിയത്. എറണാകുളം ചേരാനെല്ലൂർ പോലീസിനെതിരെ വീണ്ടും പരാതി. വാഹന പരിശോധനയ്ക്കിടെ യുവാവിനെ മർദ്ദിച്ചെന്നാണ് പരാതി. ഇടയകുന്നം സ്വദേശി അനൂപിനാണ് മർദ്ദനമേറ്റത്. മഞ്ചേശ്വരം കോഴക്കേസിൽ K സുരേന്ദ്രൻ 1ാം പ്രതിയായി കുറ്റപത്രം സമർപ്പിച്ചു. കാസർഗോഡ് ജില്ലാ കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത്. കേസിൽ K സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേരാണ് പ്രതികൾ. സുരേന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിട്ടുണ്ട്. മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ്. സുരേന്ദ്രനെതിരെ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സുരേന്ദ്രന് പുറമെ മഞ്ചേശ്വരത്തെ BJPയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള അഡ്വക്കേറ്റ് ബാലകൃഷ്ണ ഷെട്ടി, യുവമോർച്ച സംസ്ഥാന നേതാവായിരുന്ന സുനിൽ നായിക്, Y സുരേഷ്, മണികണ്ഠ റായ്, ലോകേഷ് നോണ്ട എന്നിവരാണ് പ്രതികൾ. കേസിലെ പ്രധാന തെളിവായ സുരേന്ദ്രൻ ഉപയോഗിച്ച സ്മാർട്ട് ഫോൺ കണ്ടെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് സാധിച്ചിട്ടില്ല. 2 തവണ നോട്ടീസ് നൽകിയെങ്കിലും ഫോൺ നഷ്ടപ്പെട്ടുവെന്നാണ് സുരേന്ദ്രൻ അന്വേഷണ സംഘത്തെ അറിയിച്ചത്. ക്രൈംബ്രാഞ്ച് DYSP സതീഷ് കുമാറിനാണ് അന്വേഷണ ചുമതല. ന്യൂസ് 18 കാസർഗോഡ്. K സുരേന്ദ്രനെതിരായ മഞ്ചേശ്വരം കേസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പകപോക്കൽ രാഷ്ട്രീയമാണെന്ന് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ MP. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി തുടരുമെന്ന വാർത്തയും സംസ്ഥാനത്തെ BJPയുടെ ശക്തമായ പ്രവർത്തനവുമാണ് പിണറായി വിജയനെ വിരളി പിടിപ്പിക്കുന്നത്. ലാവ്ലിൻ കേസിൽ കുറ്റാരോപിതനായ പിണറായി വിജയൻ സുരേന്ദ്രനെതിരെ കള്ളക്കേസെടുത്ത് രാഷ്ട്രീയ വിരോധം തീർക്കുകയാണ്. കള്ളക്കേസിനെ പാർട്ടി നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും പ്രകാശ് ജാവ്ദേക്കർ. കോഴിക്കോട് പേരാമ്പ്ര BJP യോഗത്തിലെ കൂട്ടത്തല്ലും അഴിമതി ആരോപണവും പാർട്ടി അന്വേഷിക്കും. പെട്രോൾ പമ്പ് ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിവാദമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത്. പമ്പിനെതിരായ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറാൻ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ 1,10,000 രൂപ വാങ്ങിയെന്ന പമ്പ് ഉടമയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു. പേരാമ്പ്ര മൂരികുത്തിയിലെ പെട്രോൾ പമ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉടമയിൽ നിന്ന് BJP മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പണം വാങ്ങിയതായി ഒരു വിഭാഗം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്നലെ രാത്രിയിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ കൂട്ടത്തല്ല് നടന്നത്. പമ്പ് ഉടമയായ BJP പ്രവർത്തകൻ പ്രജീഷിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്ന CCTV ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടു.
പേരാമ്പ്ര ആര്യ ടൂറിസ്റ്റ് ഹോമിൽ ചേർന്ന യോഗത്തിൽ BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് രജീഷിനുൾപ്പെടെ മർദ്ദനമേറ്റു. ജില്ലാ ജനറൽ സെക്രട്ടറി മോഹനൻ അടക്കമുള്ളവർ യോഗത്തിനെത്തിയിരുന്നു. BJP മണ്ഡലം പ്രസിഡന്റ് രജീഷ്, ശ്രീജിത്ത്, രാഘവൻ എന്നിവർ പണം വാങ്ങിയെന്ന പെട്രോൾ പമ്പുടമ പ്രജീഷിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. അത് ആർക്കും പാർട്ടിന്റെ ചുമതലപ്പെട്ട ആൾക്കാർ, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഉണ്ടെങ്കിൽ ആരെങ്കിലും വന്നിട്ട് എൻ്റെ പമ്പിലെ ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജീഷ് ശ്രീജിത്ത് പൈസയായിട്ട് ഇറങ്ങിപ്പോകുന്നത് ക്യാമറേൻ്റെ അത് കറക്റ്റ് ഉണ്ട്. അതിനുശേഷമാണ് PK കൃഷ്ണദാസിന്റെ പേരാമ്പ്ര പരിപാടി എൻ്റെ റെസീറ്റ് ഇല്ലാണ്ട് 25,000 ഇപ്പം വീണ്ടും വന്ന് വാങ്ങുന്നത്. 25,000 രൂപ പ്രജീഷിൽ നിന്ന് കൈപ്പറ്റിയതിന് രസീത് നൽകിയതായി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ. സോഷ്യൽ മീഡിയയിൽ കണ്ട അറിവിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റിയായിട്ട് റിപ്പോർട്ട് തേടി അവര് തന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് ഞാനിപ്പോൾ അവതരിപ്പിച്ചത്. ബാക്കി നടക്കുന്ന അഭ്യൂഹങ്ങളെ സംബന്ധിച്ച് പാർട്ടി അന്വേഷിച്ചാലല്ലേ മറുപടി പറയാൻ പറ്റും. പാർട്ടി അവരെ വിളിച്ചു വരുത്തും, അതിന് ബോഡി നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് ബോഡിയിലേക്ക് അവരെ വിളിച്ചു വരുത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. അല്ല, എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളെപ്പോലെ ഞാൻ തിരുവനന്തപുരത്താണ്, നിങ്ങളെപ്പോലെ വാർത്ത ഞാനും കണ്ടു. അത് ബന്ധപ്പെട്ട ഘടകങ്ങളുമായിട്ട് അന്വേഷിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഒരു വാർത്തയും ശ്രദ്ധയിൽപ്പെട്ടാൽ പരിശോധിക്കപ്പെടാതെ പോവില്ല. സംഭവം BJP മണ്ഡലം കോർ കമ്മിറ്റി അന്വേഷിക്കും. ന്യൂസ് 18 കോഴിക്കോട്. വധശ്രമ കേസിൽ 10 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ചു. ലക്ഷദ്വീപിൽ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററാണ് പ്രതികളെ കണ്ണൂരിലെത്തിച്ചത്. കവരത്തി സെഷൻസ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് MPയുടെ നീക്കം. മുൻ കേന്ദ്രമന്ത്രി PM സെയ്ദിന്റെ മരുമകനും കോൺഗ്രസ് പ്രവർത്തകനുമായ മുഹമ്മദ് സാലിഹിനെ ആക്രമിച്ചു വധിക്കാൻ ശ്രമിച്ചെന്ന കേസിലാണ് കവരത്തി ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ലക്ഷദ്വീപ് MPയും NCP നേതാവുമായ മുഹമ്മദ് ഫൈസൽ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 10 വർഷം തടവാണ് ശിക്ഷ. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പീലിലേക്ക് പോകാൻ അത് കേരള ഹൈക്കോടതിയിലേക്ക് അപ്പീൽ ഫയൽ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. ഏത് കോടതി വിധിയെയും മാനിക്കുന്നു. പക്ഷേ ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടുള്ള ഒരു കേസായതുകൊണ്ട് ഇത് അതിന്റെ രീതിയിൽ തന്നെ നേരിടാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും അപ്പീലിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ. വാർത്തകളിലേക്ക്. ബഫർ സോൺ വിധിയുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനത്തിൽ ഇളവ് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. വിധിയിൽ വ്യക്തത തേടിയുള്ള ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കാനായി മാറ്റി. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും കർഷക സംഘടനകളുടെയും ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കും. കേരളത്തിലെ 22 സംരക്ഷിത മേഖലകൾക്ക് ഇളവ് നൽകണമെന്ന് കേരളവും ആവശ്യപ്പെട്ടു. ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഇളവുകൾ നൽകുന്നത് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി പറഞ്ഞത് ആശ്വാസകരമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. സുപ്രീംകോടതിയുടെ നിലപാടിൽ പ്രതീക്ഷയുണ്ട്. ഇന്നലെ വരെ 76,000 പരാതികൾ ലഭിച്ചെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കോടതി മുമ്പാകെ സമർപ്പിച്ച ഹർജികൾ ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കുകയുണ്ടായി. ആ പരിഗണിക്കുന്ന ഘട്ടത്തിൽ 2 അപേക്ഷകളും ഒരുമിച്ച് പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം സാധാരണ കാണാത്ത വിധത്തിൽ ഇളവുകൾ നൽകുന്ന കാര്യം പരിഗണിക്കും എന്നുകൂടി ബഹുമാനപ്പെട്ട കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 33 തടവുകാർക്ക് ശിക്ഷാ ഇളവിന് ശുപാർശ. മന്ത്രിസഭാ യോഗത്തിന്റെ ശുപാർശ ഗവർണർക്ക് കൈമാറി. ഭരണഘടനയുടെ 161 അനുച്ഛേദം നൽകുന്ന അധികാരം ഉപയോഗിച്ച് അകാല വിടുതൽ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയാണ് ശുപാർശ നൽകിയത്. കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച രാസവസ്തു കലർത്തിയ പാൽ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പിടികൂടി. പന്തളത്തെ അഗ്രി സോഫ്റ്റ് ഡയറി ഫാമിലേക്ക് കൊണ്ടുവന്ന പാലാണ് ക്ഷീരവികസന വകുപ്പ് പിടിച്ചെടുത്തത്. പാലിൽ മായം ചേർക്കുന്നത് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ന്യൂസ് 18നോട് പറഞ്ഞു. ഹൈഡ്രജൻ പെറോക്സൈഡ് കലർത്തിയ 15,300 ലിറ്റർ പാലാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. പുലർച്ചെ 5:30 ക്ഷീരവികസന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന.
തമിഴ്നാട് തെങ്കാശിയിലെ അഗിരി സോഫ്റ്റ് ഡയറിയിൽ നിന്ന് അവരുടെ പന്തളത്തെ പ്ലാന്റിലേക്ക് കൊണ്ടുവരികയായിരുന്നു മായം കലർത്തിയ പാൽ. കൂടുതൽ സമയം കേടാവാതെ സൂക്ഷിക്കാനാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം പിടിച്ചെടുത്ത പാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൈമാറി. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായും പരിശോധന കൂടുതൽ ശക്തമാക്കിയതായും ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ന്യൂസ് 18 പറഞ്ഞു. കർശനമായ നടപടികൾ ആരോഗ്യ വകുപ്പും നമ്മുടെ ക്ഷീരവികസന വകുപ്പും എടുക്കുമെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. ആ നിലയിലേക്ക് പോകണം. കാരണം ഇത്തരത്തിലുള്ള പാല് നമ്മുടെ കേരളത്തിലെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ഉപയോഗിക്കത്തക്ക നിലയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് ഈ നല്ല പാല് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മായം ചേർത്ത പാൽ പിടിച്ചെടുത്താൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കാനുള്ള അധികാരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിനാണ്. പാൽ തിരിച്ചയക്കാതെ നശിപ്പിക്കണമെന്നാണ് ക്ഷീരവികസന വകുപ്പിന്റെ ആവശ്യം. അതിർത്തികളിൽ കൂടുതൽ ചെക്ക് പോസ്റ്റുകൾ അനുവദിക്കണമെന്ന് ധനവകുപ്പിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂസ് 18 പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെ വിമർശിച്ച് മന്ത്രി ജെ ചിഞ്ചുറാണി. പുലർച്ചെ 5:30 ക്ഷീരവികസന വകുപ്പ് പാൽ പിടികൂടിയെങ്കിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്താൻ വൈകി. രാവിലെ 9:30 അവരെത്തിയത്. 6 മണിക്കൂറിനുള്ളിൽ പരിശോധന നടത്തിയാൽ മാത്രമേ പാലിൽ കലർത്തിയിരുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് കണ്ടെത്താൻ കഴിയൂ. തിരുവനന്തപുരത്ത് അയച്ചാണ് ആരോഗ്യവകുപ്പ് പാൽ പരിശോധിച്ചത്. അതിനാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭക്ഷ്യസുരക്ഷ 9:30 അവർ നമ്മുടെ അതിർത്തിയിൽ എത്തിയത്, നമ്മുടെ അറിയിപ്പ് പ്രകാരം. അപ്പം അതുകൊണ്ട് വന്ന താമസവും അത് ഇവിടുന്ന് തിരുവനന്തപുരത്ത് എത്തിക്കണമായിരുന്നു. തിരുവനന്തപുരത്ത് അവരെ ലാബിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. പിന്നെ ഇത് വേർതിരിച്ചെടുത്ത് 3 ഉള്ള ടെസ്റ്റ് അവർ പൂർത്തീകരിക്കണമായിരുന്നു. അതിൽ കുറച്ച് കാലതാമസം നേരിട്ടു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കണ്ടൻറ്റ് ഏത് പാലിൽ ചേർത്താലും 6 മണിക്കൂർ മാത്രമേ അതിൽ നിലനിൽക്കുള്ളൂ. 6 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് ഓക്സിജനായിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്ക് പിന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റില്ല. കാസർഗോഡ് ജില്ലയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. എൻമകജെ ഗ്രാമപഞ്ചായത്തിലെ കാട്ടുകുക്കെ വില്ലേജിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രഭവ കേന്ദ്രത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ പന്നി കശാപ്പ്, ഇറച്ചി വിൽപ്പന നിരോധിച്ചു. എംപിമാരുടെ പരസ്യ പ്രസ്താവന തടയാൻ കെപിസിസി. ലോക്സഭയിലേക്ക് മത്സരിക്കില്ലെന്ന് എംപിമാർ പ്രഖ്യാപിക്കുന്നത് തടയും. എംപിമാർ സ്വയം പിന്മാറ്റം നടത്തുന്നതിനെ നിരുത്സാഹപ്പെടുത്തും. പരസ്യ പ്രസ്താവന നടത്തുന്നവർക്ക് താക്കീത് നൽകും. നന്ദകുമാർ ചേരുന്നു. നന്ദൻ, കടിഞ്ഞാണിടുകയാണോ നേതാക്കൾക്ക് കെപിസിസി? വിവരങ്ങൾ. ധന്യ, KPCC നേതൃയോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്ന് എംപിമാർ പ്രഖ്യാപിക്കുന്നത് തടയാൻ തന്നെയാണ് ഇപ്പോൾ KPCCയുടെ തീരുമാനം. പ്രത്യേകിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം പരസ്യമായി എംപിമാർ പ്രകടിപ്പിച്ചതോടെയാണ് നേതൃത്വം നേരത്തെ തന്നെ പരുങ്ങലിലായിട്ടുണ്ട്. സിറ്റിംഗ് എംപിമാരിൽ പലരും നിയമസഭയിലേക്ക് മത്സരിച്ചേക്കാമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ശശി തരൂർ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായേക്കാവുന്ന തോൽവി, അതോടൊപ്പം തന്നെ നിയമസഭയിൽ മത്സരിച്ച് സർക്കാരിന്റെ ഭാഗമാകാൻ കഴിഞ്ഞേക്കുമെന്ന പ്രതീക്ഷ, ഇങ്ങനെ 2 കാരണങ്ങളാണ് സിറ്റിംഗ് എംപിമാരിൽ പലരും മനംമാറ്റത്തിന് കാരണമായത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശശി തരൂർ സജീവമാവുകയും അതോടൊപ്പം തന്നെ പാർട്ടിക്ക് പുറത്ത് സ്വീകാര്യത കൂടുകയും ചെയ്യുന്നത് എംപിമാരുടെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, അടൂർ പ്രകാശ്, TN പ്രതാപൻ തുടങ്ങിയവർക്ക് നിയമസഭയിലേക്കാണ് കണ്ണ്. അത് മറയില്ലാതെ തന്നെ അവർ പറയുന്നുമുണ്ട്. കോൺഗ്രസിന്റെ തിരിച്ചുവരവിനാണ് പരിശ്രമമെന്നും എംപിമാരിൽ പലരും നിയമസഭയിലേക്ക് മത്സരിച്ചേക്കാമെന്നും ശശി തരൂർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടെന്ന ശശി തരൂരിന്റെ പ്രഖ്യാപനവും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ പരസ്യ പ്രസ്താവന നടക്കുന്നവർക്കെതിരെ താക്കീത് നൽകുമെന്നാണ് ഇന്നത്തെ യോഗം പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഫണ്ട് സമാഹരണത്തിനുള്ള ഒരു ചലഞ്ച് 138 രൂപ വീതം സമാഹരിക്കാനും KPCC തീരുമാനിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 137 രൂപ ചലഞ്ചിൽ പിരിഞ്ഞത് 6 കോടിയാണെന്നും ഇന്നത്തെ യോഗത്തിൽ പറയുകയും ചെയ്തു. ഫണ്ട് പിരിവിൽ യാതൊരുവിധ ക്രമക്കേടും നടന്നിട്ടില്ല എന്നും നേതൃത്വം പറയുകയും ചെയ്തു. എന്തായാലും KPCC ഭാരവാഹി യോഗത്തിലാണ് ഇത്തരത്തിൽ കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തത്. ധന്യ. നന്ദി നന്ദൻ. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. ഐതിഹ്യപ്പെരുമയിൽ എരുമേലി പേട്ടതുള്ളലിന് സമാപനം. അമ്പലപ്പുഴ ആലങ്കാട് സംഘങ്ങൾ എരുമേലിയിൽ ഭക്തിപുരസ്സരം പേട്ടതുള്ളി.
അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്.